ചേട്ടനടുത്ത് പോരെ. മെഷീനിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വ്യാജ സ്വർണം നിർമ്മിച്ചയാളെ കണ്ടുനോക്കൂ. വൈക്കം തലയാഴം സ്വദേശി ബിജു ആണ് അത്ര വിദഗ്ധമായി വ്യാജ സ്വർണം നിർമ്മിക്കുന്നത്. കോട്ടയത്ത് ഒരു സ്വകാര്യ ബാങ്കിലായിരുന്നു ഇയാളുടെ ആദ്യ പരീക്ഷണം. പണയം വെച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പലിശ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ വ്യാജ സ്വർണം മറ്റൊരു പൊതുമേഖലാ ബാങ്കിലേക്ക് മാറ്റി. ഇവിടെയും പണമടയ്ക്കാതെ വന്നതോടെ വ്യാജ സ്വർണമാണെന്നറിയാതെ ബാങ്ക് സ്വർണം ലേലത്തിന് വെച്ചു. ലേലം എടുത്തയാൾക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി ഉരക്കി നോക്കിയപ്പോഴാണ് വ്യാജനെ തിരിച്ചറിയുന്നത്. അങ്ങനെ ആദ്യമായി ബിജു പിടിക്കപ്പെട്ടു. പിന്നീടാണ് വൈക്കം സ്വദേശിയായ അനുചന്ദ്രനുമായി ചേർന്ന് വ്യാജ സ്വർണ്ണപ്പണയ ബിസിനസ് തുടങ്ങുന്നത്. സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിച്ച ബിജു ആധുനിക മെഷീനിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ വ്യാജ സ്വർണം നിർമ്മിക്കുന്ന ആളായി മാറി. അനുചന്ദ്രൻ ഈ ബിസിനസിന്റെ തലതൊട്ടപ്പനുമായി തീർന്നു. 1 പവൻ തൂക്കം വരുന്ന ആഭരണത്തിൽ 2 ഗ്രാം സ്വർണം ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. ഇതിനായി ആദ്യം ചെമ്പ് വള നിർമ്മിക്കും. ഇതിനു മുകളിൽ സ്വർണത്തിന്റെ വളയം തീർത്ത് പ്രത്യേക മെഷീനിൽ വെച്ച് കംപ്രസ് ചെയ്യും. ഇതോടെ ചെമ്പും സ്വർണവും വേർതിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി മാറും. ഇതിനു മുകളിൽ ഏത് ഫാഷൻ വേണമെങ്കിലും വരച്ച് ആഭരണം മനോഹരമാക്കാം. ഇത് വ്യാജനാണെന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ്. മുക്കുകൊണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ പത്തനാപുരം സ്വദേശിയായ മുഹമ്മദ് ഷബീർ എന്നയാളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി പുനലൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ മുക്കുകൊണ്ടം നിർമ്മിച്ചു നൽകിയ വൈക്കം സ്വദേശിയായ ബിജു എന്നയാളെയും ഇയാളുടെ സഹായിയും ഇതിന്റെ വിതരണക്കാരനുമായ കോട്ടയം പെരുവ സ്വദേശി അനു എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികളുടെ അന്തർ സംസ്ഥാന ബന്ധം കണക്കിലെടുത്ത് ഇവർ സമാനമായ തട്ടിപ്പുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കും. അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ ഈ ഒന്നാമത്തെ പ്രതി അറസ്റ്റിലായ വിവരം മനസ്സിലാക്കിയിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മറ്റ് പല രീതിയിലും തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നുമാണ് അറസ്റ്റ് എടുത്തത്. ഇവർ മുക്കുകൊണ്ടം വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ വിവിധ ബ്രാഞ്ചുകളിലായി പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാതെയാണ് ചതി നടത്തിയിട്ടുള്ളത്. ആദ്യം ചെറിയ സ്വർണം എമൗണ്ടിന് സ്വർണം കൊണ്ടുവച്ച് വിശ്വാസം നേടിയതിനു ശേഷം പിന്നീട് ബൾക്കായിട്ട് വലിയ തൂക്കത്തിൽ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് അല്ല മെഷീനിലത് ഗോൾഡായിട്ട് 916 ഗോൾഡായിട്ട് തന്നെ കാണിക്കുന്നു. അത് വിശദമായ പരിശോധന മാത്രമാണ് ഇത് വ്യാജ സ്വർണ്ണമാണ് മനസ്സിലാകുന്നത്. അത് കൂടുതലായിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളൂ. നിർമ്മാണത്തിന് പ്രത്യേക മെഷീനറിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. ഇതിൽ അനുചന്ദ്രൻ എന്ന് പറയുന്ന പ്രതി ഈ അഡ്മിഷൻ നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ കോടികൾ തട്ടിയിട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നതാണ്. സമാനമായ കേസുകൾ ഈ അനുചന്ദ്രന് നേരത്തെ ഉണ്ട്. സമാനമായ കേസുകളുണ്ട്. മൊത്തം ഇപ്പോൾ ഈ കേസിലേക്ക് 3 പ്രതികൾ അറസ്റ്റായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് പോലീസ് സംശയിക്കുന്നുണ്ട്. അതെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം അന്വേഷിക്കുന്നതായിരിക്കും. വൈക്കം സ്വദേശിയായ ബിജു എന്നയാളാണ് ഈ മുക്കുകൊണ്ടം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിലുള്ള ഒല്ലൂരിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളും മറ്റുമെല്ലാം ഉള്ളത്. ആ മെഷീനും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളുമെല്ലാം പോലീസ് സീസ് ചെയ്യുന്നതാണ്. അയാൾക്കെതിരെ സമാനമായ കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്.